ഞങ്ങളുടെ ശാന്തമ്മ ചേച്ചിയാണ് താരം. അത് ഇവിടെ കയറിയിട്ട് ശാന്തമ്മ ചേച്ചി ഇവിടെ അടിപൊളിയായിട്ടുണ്ടോ? ഇവിടെ മോൾസി സാജൻ എങ്ങനെയുണ്ട്? ഇവിടെ അടിപൊളി സാർ, എങ്ങനെയുണ്ട് ഇവിടെ? ഞങ്ങളുടെ ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ത് പറയുന്നു? അടിപൊളിയാണ്. ബിജു, എങ്ങനെയുണ്ട് ഇവിടെ? എങ്ങനെയുണ്ട്? നല്ല എൻജോയ് ചെയ്തു. അടിപൊളി ട്രിപ്പ് അല്ലേ? ഇലവീഴയ്ക്ക് സമീപം മറ്റൊരു പാറയോടുണ്ട്. ആ പാറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലവീഴ പൂഞ്ചിറ ആ വെള്ളക്കെട്ട് കൃത്യമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നല്ല അടിപൊളി കാറ്റാണ് ഈ ഭാഗത്ത്. മുകൾ ഭാഗത്തോട്ട് എത്തുമ്പോൾ പിന്നെ ഇവിടെ എത്തുമ്പോൾ വണ്ടി ഇതിന് മുകളിലേക്ക് കയറാനായിട്ട് അനുവദിക്കത്തില്ല. മുകളിലേക്ക് പോകുന്നത് ഇതുപോലെയുള്ള പാറയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഈ പോക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ ഇലവീഴ പൂഞ്ചിറയിലെ ഇലവീഴത്തിലായിരിക്കും, പക്ഷേ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ ചെന്ന് വീഴും. ഇതൊക്കെ കാറ്റടിച്ച് അവിടെ ചെല്ലുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. സർക്കാർ സംവിധാനങ്ങൾ അടിയന്തരമായിട്ട് ശ്രദ്ധിക്കണം. വളരെ ദുഃഖകരമായിട്ടാണ് ഇവിടുത്തെ പല ടൂറിസ്റ്റ് സെൻ്ററുകളും ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നും പറയാൻ പറ്റില്ല. ബാക്കി യോജിക്കുന്നില്ല. കുപ്പികൾ കത്തിച്ചിട്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ യൂണിയനെ എല്ലാവരും സാറ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ടവറുകളൊക്കെ കാണാനായിട്ടുണ്ട്. രസകരമാണ്. അടിപൊളി കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ സൂപ്പർ കാറ്റാണ്, ഭയങ്കര കാറ്റാണ്. ഇവിടെ നിന്ന് നമ്മുടെ മൂലമറ്റം ഡാം കാണുവാൻ സാധിക്കുന്നുണ്ട്. മൂലമറ്റം ടൗൺ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂ ആണ്. മൊബൈലിൻ്റെ ക്യാമറയിൽ കൂടി എത്രമാത്രം പകർത്താൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, കാരണം മഞ്ഞ് മൂടിയിട്ടുണ്ട്. കഷ്ടം. ഇലവീഴ പൂഞ്ചിറയുടെ വ്യൂ പോയിൻറ്റിൻ്റെ ഭാഗത്ത് കാണുന്ന പ്ലാസ്റ്റിക് കുപ്പികളാണ്. ദൈവമേ, ഇത് ആർക്കെങ്കിലും ഇവിടുന്ന് നീക്കം ചെയ്യാനായിട്ടുള്ള സൽബുദ്ധി തോന്നണമേ. മുകളിലോട്ട് എത്തുമ്പോഴേക്ക് അതിഭയങ്കരമായിട്ടുള്ള കാറ്റാണ്. അതിഭയങ്കരമായിട്ടുള്ള കാറ്റാണ് ഇപ്പോൾ ഭയങ്കര സാധനം. ഇവിടെ പോലീസിൻ്റെ ഒരു വയർലെസ് സ്റ്റേഷനുണ്ട്. കുറേ പോലീസുകാരൊക്കെ ഡ്യൂട്ടിയിലുണ്ട്. ആ ഭാഗത്തേക്ക് പ്രവേശനം കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നു. ഏതാനും പോലീസുകാരെ കൂടെ ഇവിടെ നിയോഗിച്ച് ആ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യത്തിൽ കർശനമായിട്ടൊരു തീരുമാനം ഉണ്ടാക്കണം. ഇത് ആ പോലീസ് സ്റ്റേഷൻ്റെ മുൻഭാഗത്ത് തന്നെ കാണുന്ന പ്ലാസ്റ്റിക്കുകളാണ് ഈ കാണുന്നത്. നമ്മുടെ ടീമംഗങ്ങളൊക്കെ ഇലവീഴ പൂഞ്ചിറയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ പഴയൊരു വയർലെസ് സ്റ്റേഷൻ്റെ ഒരു പോർഷൻ കാണാനായിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഈ പോലീസുകാരൻ നിൽക്കാനായിട്ടുള്ളൊരു ചെറിയൊരു പോർഷൻ ഉണ്ടായിരുന്നു. അവിടെ എന്തായാലും എന്തൊക്കെയോ വരുന്ന ആൾക്കാർക്ക് അത്രയെങ്കിലും ബോധമുള്ളത് കാരണം അവർ അതിൻ്റെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ അതിനകത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പം സർക്കാർ തീർച്ചയായിട്ടും ഡസ്റ്റ്ബിന്നുകളൊക്കെ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈസിയായിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാനായിട്ട് സാധിക്കും. ഇലവീഴ പൂഞ്ചിറയുടെ വ്യൂ പോയിൻറ്റിലേക്ക് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ സമയമെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് മുകളിലേക്ക് കയറിപ്പോകാനായിട്ട് സാധിക്കും. ബുദ്ധിമുട്ടുള്ളവർക്ക് ജീപ്പിലും കയറിപ്പോകാനായിട്ട് സാധിക്കും. ജീപ്പും വരുന്നുണ്ട്. ഇഷ്ടത്തിന് ജീപ്പുകൾ ഈ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മഹീന്ദ്രയുടെ ജീപ്പുകളാണ് എല്ലാം. എനിക്ക് തോന്നുന്നു മഹീന്ദ്രയുടെ ജീപ്പ് അല്ലാതെ ഒരു ജീപ്പ് ഇവിടോട്ട് കയറത്തില്ലെന്നാണ് തോന്നുന്നത്. അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ നിന്ന്. നല്ല കാറ്റുമാണ്. ഒരു ക്ഷീണവും തോന്നത്തില്ല. ഒറ്റ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ്. ഇവിടെ
ഡസ്റ്റ്ബിൻ സ്ഥാപിക്കാൻ എന്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല എന്നത് ദുഃഖകരമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഇവിടെ എല്ലാം കുപ്പികൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് കാണുന്നത്. കാരണം കുടിവെള്ളമില്ലാതെ ഇവിടെ മേളിലേക്ക് നടന്നു വരിക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ കൂട്ടത്തിൽ ലിക്കറിൻ്റെ കുപ്പികളൊക്കെ ഇവിടെ കാണാനായിട്ടുണ്ട്. ഇത്തരം വ്യൂ പോയിന്റുകളിൽ തീർച്ചയായിട്ടും പോലീസുകാരെയൊക്കെ ഡ്യൂട്ടിക്ക് ഇടണം. ഉത്തരവാദിത്വത്തോടുകൂടി അവരവരുടെ ഡ്യൂട്ടി നിർവഹിക്കാനായിട്ട് അവരെ നിർബന്ധിതരാക്കുകയും കൂടി ചെയ്യണം. അല്ല ചുമ്മാ ഡ്യൂട്ടിക്ക് ഇട്ടിട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് കുറേ പണം കളഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു പുരാതന ക്ഷേത്രത്തിൽ പോയപ്പം ദേവസ്വം ബോർഡിൻ്റെ പാറാവുകാരനൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഒന്നും ആരുമില്ല. ഇലവീഴ പൂഞ്ചിറയുടെ വ്യൂ പോയിന്റിലേക്ക് അനേകം സ്ത്രീകൾ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നുണ്ട്, അതേപോലെ താഴെ നിന്ന് മുകളിലേക്കും വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇല്ലിക്കൽ കല്ലിൽ നമ്മൾ കണ്ടതുപോലെ ഇവിടെ ഈ സൈഡിൽ ഈ ബാരിയറൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അത് പിടിച്ച് മുകളിലോട്ട് കയറാനായിട്ട് സാധിക്കും. ജീപ്പ് വരികയാണ് മേളിൽ നിന്ന് താഴോട്ട്. നിരുത്സാഹപ്പെടുത്തുകയല്ല, അവരും ജീവിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ്. ആ ജീപ്പ് ഇറങ്ങി വരുന്ന വഴിയിൽ കൂടി തന്നെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. നമ്മുടെ വിപണി ടീം അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇലവീഴ പൂഞ്ചിറയിലെ വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെ ഇടയ്ക്ക് ഒന്ന് വീഡിയോ നിർത്തേണ്ടി വന്നു, പോസ് ചെയ്യേണ്ടി വന്നു. കൊച്ചുകുട്ടികളെ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഈ എഡ്ജിലേക്ക് പോകാനായിട്ട് സമ്മതിക്കരുത്, പാറയുടെ ടൂറിന് പോകുന്ന സമയത്ത്. അതേപോലെ തന്നെ ജലാശയങ്ങളിൽ ഇറങ്ങാനായിട്ടും സമ്മതിക്കരുത്. അപ്പം നമ്മുടെ ടീം മെമ്പേഴ്സ് നടന്ന് ആ വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജീപ്പ് സവാരി ലഭ്യമാണ്. 1000 രൂപയാണ് ജീപ്പ് സവാരിക്ക്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, നടന്നു കയറാനുള്ളതേ ഉള്ളൂ. ഇവിടം കാഞ്ഞാർ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയാണ്. അതേപോലെ തൊട്ട് അപ്പുറം എന്ന് പറയുന്നത് മേലുകാവ് പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയാണ്. ആ താഴെ കാണുന്നതാണ് മൂലമറ്റം ടൗൺ എന്ന് പറയുന്നത്. അതിസുന്ദരമായിട്ടുള്ള കാഴ്ചയാണ്, അതിസുന്ദരമായിട്ടുള്ള കാലാവസ്ഥയാണ്. 3500 അടി സമുദ്രനിരപ്പിനെക്കാട്ടിൽ ഹൈറ്റിലാണ് ഈ ഭാഗം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ ശാന്തമ്മ ചേച്ചിയെ കണ്ടുപിടിക്കണം. ശാന്തമ്മ ചേച്ചി ഇപ്പം പറഞ്ഞ കേട്ടോ, ഇവിടെ ഇതിലെ കൂടെ ജീപ്പ് പോവുകയാണെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ നടുവിൻ്റെ കണ്ണി വരെ പറയും. അപ്പോൾ ശാന്തമ്മ ചേച്ചി പറയുന്നത് 1000 രൂപ കൊടുത്ത് ജീപ്പ് പോകുന്നതിനെക്കാട്ടി നല്ലത് അടുത്ത ട്രിപ്പ് ഒരു ടൂർ കൂടെ നമുക്ക് അറേഞ്ച് ചെയ്യാമല്ലോ എന്നാണ് ശാന്തമ്മ ചേച്ചി പറയുന്നത്. ഇങ്ങനെ വേണം ചിന്തിക്കാൻ. ശാന്തമ്മ ചേച്ചി ഞങ്ങളുടെ ഏറ്റവും വലിയ സംരംഭകയാണ്. ശാന്തമ്മ ചേച്ചി ഇന്ന് 4ഓളം സ്ഥലങ്ങൾ ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്ന കർഷകയുമാണ്, ഇല്ലേ ശാന്തമ്മ ചേച്ചി? ഇതാണ് KSRTC ബസ്സിൽ വന്നാലുള്ള ഒരു അഡ്വാൻറ്റേജ്. കാരണം ഈ ബസ്സിൽ തന്നെ നമുക്ക് ചെക്ക് പോസ്റ്റ് കടന്ന് മേളിലോട്ട് കയറി പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ഇവിടെ ഇവിടം ഈ ചെക്ക് പോസ്റ്റ് വെച്ച് കയറിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് മേലുകാവ് പോലീസ് സ്റ്റേഷന് കീഴിലാണ് ഇലവീഴ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ ടീമിൽപ്പെട്ട എല്ലാവരും വളരെ സന്തുഷ്ടരാണ്. ആർക്കും യാതൊരു യാത്രയുടെ യാതൊരു ക്ഷീണവുമില്ല. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നു. ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിന്റിലെത്തിയിരിക്കുകയാണ്. വിളിക്കുന്നു.
നമ്മുടെ ടീം ഇലവീഴ പൂഞ്ചിറയിൽ എത്തിയിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിച്ചോണം, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിക്കുറുമ്പൻ ഇവിടെ ജലാശയത്തിൽ ഇറങ്ങാനൊരു ശ്രമം നടത്തി. നമ്മളിങ്ങനെ ടൂർ പോകുന്ന സമയത്ത് ഒരു കാരണവശാലും കുട്ടികളെ ജലാശയത്തിൽ ഇറങ്ങുവാൻ അനുവദിക്കരുത്. ഇതാണ് ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നത്, ഈ തടാകം. ഇപ്പം ഇവിടെ ഇലകളൊന്നും വീഴത്തില്ലെന്നാണ് പറയുന്നത്. അല്ല, ഇത് കാറ്റിന്റെ തിരയാണ്, ഓളം തിരയല്ല ഓളം. പക്ഷെ അത് നല്ല ശരി കേട്ടോ, അത്രയും മരക്കാലം അവിടെ നിൽക്കുമ്പം തീർച്ചയായിട്ടും അത് വീഴണം. അതെ, അവിടെ വീഴണം. പക്ഷെ നമ്മുടെയൊക്കെ സാധാരണ എല്ലാം ഇങ്ങനെ വീണ് കിടക്കും. എന്തൊക്കെ ശരി. ശരിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഇല കിടക്കാത്തതെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. കാരണം അതിനെപ്പറ്റിയുള്ള ഡിസ്കഷനാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിന് നേരെ മുകളിൽ കുറേ മരങ്ങൾ നിൽപ്പുണ്ട്. ആ മരങ്ങൾക്കെല്ലാം ഇലകളുമുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇലകളൊന്നുമില്ല. നമ്മളൊന്നും വേണ്ട. ശാന്തമ്മ ചേച്ചി, എങ്ങനെയുണ്ട് ഇലവീഴ പൂഞ്ചിറ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സ്ഥലം ഇവിടെങ്ങനെ വാങ്ങിച്ചാൽ കൊള്ളാറുന്നുണ്ട്. പിന്നെ നമ്മുടെ വിപണി ആരാ നോക്കുന്നത്? നമ്മുടെ വിപണി നമുക്ക് വന്നും പോയി നോക്കാം. അത് തന്നെ, നമുക്ക് വിപണി ഇവിടെ വെച്ച് കൂടാം. അത് ശരി. ആ മാല കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ സ്ഥലം കിട്ടും. പിന്നെ അതെ, ശരി. അതെ, ഞങ്ങൾ ഇപ്പോഴ് ഇലവീഴ പൂഞ്ചിറ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ചായ കുടിക്കാനും കാപ്പി കുടിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. 2 ചെറിയ കടകൾ ഈ ഭാഗത്തായിട്ട് ഉണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഈ ഭാഗത്ത്. വെയിലൊക്കെ താന്ന് നിൽക്കുവാണ് ഇപ്പോൾ. മുനീറ ഗുഹ ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് തന്നെ ഒരു അഡ്വഞ്ചറസ് ടൂറിസത്തിൻ്റെ ഒരു ലൊക്കേഷൻ ബോർഡ് കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ വാഹനം അങ്ങോട്ട് പോകുന്നതായിട്ട് തോന്നുന്നില്ല. അത് എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് വണ്ടിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അങ്ങോട്ട് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നുള്ളൂ. എന്തായാലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 13 കിലോമീറ്റർ മാത്രം. അന്തരീക്ഷത്തിന് നല്ല തണുപ്പായിട്ടുണ്ട്. വെയിലാണെങ്കിലും നല്ല തണുപ്പും ഫീൽ ചെയ്യുന്നു. എന്തായാലും ഈ റോഡ് ഇത്ര ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നതിൽ നമ്മുടെ സർക്കാരിനെ അഭിനന്ദിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല. ഈ കയറി വരുന്ന ഭാഗത്തൊന്നും മൊബൈലിന് റേഞ്ച് ഇല്ലായിരുന്നു. എന്തായാലും ഇപ്പോൾ മൊബൈലിന് സിഗ്നൽ കാണിക്കുന്നുണ്ട്. മേലുകാവ് ഭാഗത്തു കൂടിയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ അതിസുന്ദരമായിട്ടുള്ള കാഴ്ചകൾ മേലുകാവ് ഭാഗത്തെയാണ്.
വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ മേലുകാവ്. വെറും 450 രൂപ മാത്രം മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ KSRTCയുടെ ഈ വൺ ഡേ ട്രിപ്പിൽ ഭാഗമാകുവാനായിട്ട് സാധിക്കും. എക്സ്ട്രാ ആയിട്ട് വരുന്നത് മറ്റേ ഡാമിൽ കയറാനായിട്ടുള്ള 20 രൂപയുടെ ഒരു ഫീസും, പിന്നെ ഇല്ലിക്കൽ കല്ലിലേക്ക് ജീപ്പ് യാത്രയും അവിടുത്തെ പാസും കൂടെ ചേർന്ന് 90 രൂപയും കൂടെ മാത്രമേ ഉള്ളൂ. പിന്നെ ഭക്ഷണത്തിൻ്റെ കാശും കൂടെ ഒരു മാക്സിമം 1000 രൂപ മാക്സിമം, അതിൽ താഴെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്തി ഈ സ്ഥലങ്ങളൊക്കെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഞങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള മേലുകാവ് എന്ന ആ സിനിമയിലെ സ്ഥലത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അധ്വാനശീലരായിട്ടുള്ള മനുഷ്യരാണ് ഈ ഭാഗത്ത് താമസിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്കൊക്കെ ഓക്സിജൻ എത്തിച്ചു തരുന്നത് ഇവരാണെന്നുള്ളത് സംശയത്തിനതീതമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും. വലിയ മലയുടെ താഴെക്കൂടാണ് ഞങ്ങളുടെ യാത്ര. മലമ്പുഴ ഡാമിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറയിലേക്കുള്ള യാത്രയിലാണ്. അടിപൊളി സീനറികളാണ്. ഇവിടെയും നമ്മുടെ മഹത്തായ സർക്കാർ സംവിധാനങ്ങൾ സ്ഥാപിച്ച സോളാർ ലാമ്പുകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിലാകമാനം എത്ര കോടി രൂപയായിരിക്കും ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞത്. യാത്രയുടെ സന്തോഷത്തിനിടയിലും നമ്മുടെ നികുതി പണങ്ങൾ ഇങ്ങനെ മുടിപ്പിച്ചത് കാണുമ്പോൾ ദുഃഖം തോന്നുന്ന കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിനെ എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് സാധിക്കുമായിരുന്നു ഇങ്ങനെയുള്ള ദുർച്ചെലവുകൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ. ഇപ്പോൾ തന്നെ ഞങ്ങൾ മലമ്പുഴ ഡാമിലേക്ക് ഉള്ള യാത്രക്കിടയിൽ, മലമ്പുഴയല്ല, ഞങ്ങൾ ഈ ഡാമിലേക്കുള്ള കഴിഞ്ഞ ഡാമിലേക്കുള്ള യാത്രക്കിടയിൽ കണ്ട ഒരു കാഴ്ചയെന്ന് പറയുന്നത് ഈ റോഡിൻ്റെ താഴോട്ട് കണ്ടമാനം പ്ലാസ്റ്റിക് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്നു. ഈ സോളാർ ലാമ്പുകളൊക്കെ സ്ഥാപിക്കുന്നതിന് പകരമായിട്ട് ഈ ജനങ്ങൾക്കൊരു ബോധവൽക്കരണം നൽകിയായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്ന് ചിന്തിക്കാറുണ്ട്. അതേപോലെ അവിടെ ഒരു ഡസ്റ്റ്ബിൻ ഉള്ളത് നിറഞ്ഞിരിക്കുകയാണ്. ആ ഡസ്റ്റ്ബിൻ സമയബന്ധിതമായിട്ട് അത് കാലിയാക്കുകയും പുതിയത് കൊണ്ട് സ്ഥാപിക്കുകയൊക്കെ ചെയ്തായിരുന്നെങ്കിൽ ആ ഒരു ദയനീയ സാഹചര്യം അവിടെ ഉണ്ടാകത്തില്ലായിരുന്നു. ഞങ്ങൾ മലങ്കര ഡാം കണ്ട ശേഷം തിരികെ പോവുകയാണ്. മലങ്കര ഡാമിനുള്ളിൽ ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല. എടുക്കാൻ സമ്മതിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ലക്ഷക്കണക്കിന് രൂപയുടെ സോളാർ പാനലുകളാണ് അവിടെ യാതൊരു പ്രയോജനവുമില്ലാതെ നശിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ പാനലിൽ കൃത്യമായിട്ട് വെയിലേൽക്കണമെന്നുണ്ടെങ്കിൽ സോളാർ പാനലിൻ്റെ മുകൾ ഭാഗം കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം. പക്ഷേ ദൗർഭാഗ്യവശാൽ അതൊന്നും അവിടെ നടക്കുന്നില്ല. ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ കാശ് മുടിക്കുക എന്നുള്ളതല്ലാതെ അതിൻ്റെ കണ്ടിന്യൂഷനൊന്നുമില്ല. സെയിം കാഴ്ച ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പീച്ചി ഡാമിൽ ഒന്ന് പോയായിരുന്നു. ഒരു പഠനയാത്രയുമായിട്ട് പോയ കൂട്ടത്തിൽ പീച്ചി ഡാമിൽ പോയായിരുന്നു. ആ പീച്ചി ഡാമിൽ ചെന്ന സമയത്തും കണ്ട കാഴ്ച ഇതുപോലെ ദയനീയമായിരുന്നു. അന്നും ഇതുപോലെ നമുക്ക് ഫോട്ടോ എടുക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അനേകം സോളാർ ലൈറ്റുകൾ ഒറ്റ ഒരെണ്ണത്തിൻ്റെ സോളാർ പാനലിൽ വെളിച്ചം എത്താത്ത രീതിയിൽ മരത്തിൻ്റെ ശിഖരങ്ങൾ മൂടിക്കിടക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പാവം ജനങ്ങൾ അധ്വാനിച്ച് നികുതിപ്പണം കൊടുക്കുന്നതാണ്. അവസ്ഥ ഇതാണ്. നമ്മളെ നിശബ്ദരാക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറയാനായിട്ട് തോന്നുമല്ലോ. അപ്പോൾ നമ്മളെ ഭയപ്പെടുത്തി നിശബ്ദരാക്കുക. ഇതാണ് ഇവിടെ കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത്. അനുഭവിക്കാം. കാരണം അടിമത്ത മനോഭാവത്തിൽ നിന്ന് ജനങ്ങൾക്കെന്ന് മോചനം സ്വയം ഉണ്ടാകുന്നോ അന്ന് മാത്രമേ ഈ നാട് രക്ഷപ്പെടത്തുള്ളൂ.